ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൻകായി എന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇത്. ഉള്ളിൽ ഫിഷ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള വീഡിയോ കണ്ടാലോ. അപ്പോൾ ആദ്യം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകവും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവയൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, ചതച്ചെടുക്കാം. നമുക്ക് വേണ്ട റൈസ് പൊടിയിലേക്ക് ഞാനത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ അരവ് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് പൊടിയിലേക്ക് വേറെ തന്നെ സാൾട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല ചൂടുവെള്ളത്തിലാണ് പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ല ചൂടാണ്. ഇനി ഇതൊന്ന് തണിയണം. അപ്പോൾ ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി അയില മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അയില വെച്ചിട്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല വലിയ അയിലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണം മതിയാകും. ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതൊന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട. നമുക്ക് ഫിഷിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാൻ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കോക്കനട്ട് ഓയിൽ. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴന്നതിന് ശേഷം ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, പച്ചമണക്കൊന്ന് മാറുന്ന രീതിയിൽ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ്. തേങ്ങ ചതച്ചത്, 2 പച്ചമുളകും ചെറിയതും വലുതുമായിട്ടുള്ള ജീരകം ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി, എരിവ് ഞാൻ കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, കാരണം പച്ചമുളക് ഓൾറെഡി ചേർത്തുകൊണ്ട്. അതുപോലെ ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് റെക്കോർഡായിട്ടില്ല ഗെയ്സ്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും ചെയ്യണം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് മുള്ളില്ലാതെ ഒന്ന് നുള്ളിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് ഉന്നക്കായുടെ ഷേപ്പിലാണ് തയ്യാറാക്കുന്നത് മീൻകായി. റൈസൊക്കെ തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ സ്പൂൺ വെച്ചിട്ടല്ലേ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കൈ വെച്ചിലൊന്ന് കുഴച്ചെടുത്തിട്ട് ഈ രീതിയിലൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഫിഷ് ആഡ് ചെയ്യുന്നത് റെക്കോർഡ് ആവാത്തതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്യേണ്ടതാണ്. എന്നോടത് റെക്കോർഡ് ആവാതിരുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ മീൻകായ് തയ്യാറാക്കുന്നത്. ഈ മീൻകായ്ക്ക് മറ്റൊരു പേരുണ്ട്, കൽമാസ് എന്നും ഇതിന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അധികം കട്ടിയിൽ വേണ്ട, ഒരൊത്ത കടിക്ക് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉന്നക്കായുടെ ഷേപ്പിലാണിത് പരത്തിയെടുക്കുന്നത്. ഈ രീതിയിൽ ഇനി അതുപോലെയെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാനൊന്ന് വേവിപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു 30 മിനിറ്റ് അബവ് വേണം. അപ്പോൾ എനിക്കിത് ശരിക്കും 40 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം സെറ്റായിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിയാൻ വെക്കണം. തണിഞ്ഞതിന് ശേഷമാണ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്.
ഇനി നമുക്ക് കുറച്ചൊരു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ രീതിയിലൊന്ന് കലക്കിയെടുക്കണം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് ഈ ബാറ്റർ തയ്യാറാക്കാം, ഇതിൻ്റെ തിക്നെസ്. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്കൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കാരണം ഉള്ളൊന്നും ഇത് കുക്കാവേണ്ട കാര്യമില്ല, പുറമേ ഒന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഫ്ലെയിമൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ബാറ്റർ നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ബാറ്റർ ഞാൻ എരിവ് കുറച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടാമത്തേൽ ഞാൻ കുറച്ച് എരിവ് കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെയാണ് മീൻകായ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് കല്ലുമ്മക്കായുടെ അതേ സെയിം ടേസ്റ്റാണ്. കല്ലുമ്മക്കായ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ഇതിൻ്റെ ഫില്ലിങ്സിൽ ആ ഫിഷ് ആഡ് ചെയ്യാൻ മറക്കരുത്. മുള്ളില്ലാതെ ഒന്ന് നുള്ളിയിട്ടിട്ട് ആ ഒരു ഫില്ലിങ്സിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫില്ലിങ്സ്. അത് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ ലൈക്കും സബും ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. താങ്ക് യു വിവാസ്.